ഇത് വാഗമണ്ണോ മറ്റേതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രമോ ആയി നിങ്ങൾക്ക് തോന്നിയെങ്കിൽ തെറ്റി. ഈ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ പ്രദേശം കൊച്ചിയിൽ നിന്നും വെറും 25 കിലോമീറ്റർ അകലെ അമ്പലമേട്ടിലാണ്. അപകടകരമായ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരിടം. മെട്രോ നഗരമായ കൊച്ചിയിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയായിട്ട് അമ്പലമേടെന്ന വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള എൻവറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, KEL എന്ന് ഷോർട്ട് ഫോമിൽ പറയുന്ന സ്ഥാപനം. കേരളത്തിലെ വ്യവസായ മാലിന്യങ്ങൾ, ഹസാർഡസ് വേസ്റ്റ്, അപകടകാരികളായ രാസമാലിന്യങ്ങളും മറ്റുള്ള മാലിന്യങ്ങളും കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് അവയെ നിഷ്ക്രിയമാക്കിയിട്ട് സയൻറ്റിഫിക്കായിട്ട് സംസ്കരിക്കുന്ന ഒരു യൂണിറ്റാണ് KEL. കഴിഞ്ഞ 15 വർഷമായി കേരള എൻവറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് അഥവാ KEL ഇതിവിടെ ചെയ്തു പോരുന്നു. ഭൂമിക്കോ അന്തരീക്ഷത്തിനോ യാതൊരുവിധ മലിനീകരണമോ സമീപവാസികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ എങ്ങനെ അപകടകരമായ മാലിന്യങ്ങൾ സംസ്കരിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രദേശം. ഇവിടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യവസായശാലകളിൽ നിന്നുള്ള ഹസാർഡസ് വേസ്റ്റ് ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നത്. ഇത് 2008 ഡിസംബർ മാസത്തിൽ ഓപ്പറേഷനിലായി. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് IIT ഡൽഹിയാണ്. IIT ഡൽഹിയുടെ ഡിസൈൻ പ്രകാരം ഒരു ഡബിൾ ലൈനർ സിസ്റ്റം, അതായത് ഒരു 2 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ലാൻഡ് ഫില്ലിംഗ് ഇവിടെ KEL നടത്തുന്നത്. ഇത് ഹസാർഡസ് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഡബിൾ ലൈനർ സിസ്റ്റം ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ ഇടുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും, അതായത് പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ വ്യവസായശാലകളിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അപ്പോൾ ഹസാർഡസ് വേസ്റ്റ് എന്നുള്ള പേരിൽ തന്നെ ആ വേസ്റ്റിൻ്റെ ഒരു കാഠിന്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ആ വേസ്റ്റ് ഇടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിവിടെ കൈകാര്യം ചെയ്തുകൊണ്ട് പരിസ്ഥിതിക്ക് യാതൊരുവിധ ദോഷവും വരാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഡബിൾ ലൈനർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡബിൾ ലൈനർ സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പേര് തന്നെയുണ്ട്, അത് 2 ലെയറായിട്ടാണ് ആ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. താഴത്തെ ലെയറിനകത്ത് കളിമണ്ണിനകത്ത് ബെൻഡോണൈറ്റ് എന്നൊരു വസ്തു ചേർത്ത് വെള്ളം പോവാത്ത രീതിയിൽ അതിനെ ആക്കിയിട്ട് അത് കോമ്പാക്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്ത് പല രീതിയിലുള്ള HDP ലൈനിങ് സിസ്റ്റംസും ഡ്രെയിനേജ് ലൈനിങ് സിസ്റ്റവും ചെയ്ത് ഫസ്റ്റ് ലൈനറാക്കി അതിൻ്റെ പുറത്ത് ഒന്നും കൂടെ പിന്നെയും വേറൊരു ലൈനർ ചേർത്ത് പിന്നെയും ഇതേ പ്രക്രിയ തന്നെ അങ്ങനെ 2 ലൈനിങ് സിസ്റ്റമായിട്ടാണ് ഈ ഡബിൾ ലൈനിങ് സിസ്റ്റമുള്ള ലാൻഡ് ഫിൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ സ്വാഭാവികമായ സംസ്കരണത്തിലൂടെയോ പുനരുപയോഗത്തിലൂടെയോ പരിഹരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇവയ്ക്ക് പുറമെ നമ്മുടെ മണ്ണിനും വെള്ളത്തിനും അന്തരീക്ഷത്തിനും ദോഷമാകാത്ത വിധത്തിൽ ചില പ്രത്യേക സംവിധാനങ്ങളിലൂടെ സംസ്കരിച്ച് കൈകാര്യം ചെയ്യേണ്ടവയുമുണ്ട്. ശാസ്ത്രീയമായ ലാൻഡ്ഫിൽ എന്നാൽ പരിസ്ഥിതിയുടെയും തദ്ദേശവാസികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ വളരെ കൃത്യമായി രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ്. ഇവിടെ KELന്റെ നിലവിലുള്ള സംവിധാനം അപകടകരമായ മാലിന്യത്തെ ഏറ്റവും നൂതനമായ സാങ്കേതികത ഉപയോഗിച്ച് ഫലപ്രദമായി സംസ്കരിക്കപ്പെടുന്നു. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഹസാർഡസ് വേസ്റ്റ് ലാൻഡ് ഫില്ലിൻ്റെ ക്രൈറ്റീരിയ പ്രകാരമാണ് ഈ ലാൻഡ് ഫിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. KEL ലാൻഡ് ഫിൽ ടോട്ടൽ ഏരിയ 31 ഏക്കർ, അത് 20 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഇതേവരെ 8 സെൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 6 സെൽ ക്ലോസ് ചെയ്യുകയും ക്യാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതേവരെ ഏകദേശം 6.5 ലക്ഷം മെട്രിക് ടൺ ഹസാർഡസ് വേസ്റ്റ് ഇവിടെ ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ് ഫില്ലിനകത്ത് ഇടുന്ന വേസ്റ്റ് അതിൻ്റെ ഓരോ സെല്ലിൻ്റെ കപ്പാസിറ്റി എത്തുമ്പോൾ അത് ക്യാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കവർ ചെയ്യുക എന്നുള്ളൊരു പ്രക്രിയയും കൂടെ ഇതിനൊരു കാരണം ഈ വെറുതെ ഇട്ടാൽ പോരാ, വേസ്റ്റ് വെറുതെ ഇട്ടാൽ പോരാ. ആ വേസ്റ്റ് മറ്റ് പരിസ്ഥിതിയുമായിട്ട് അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോകാതിരിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാനോ ഉള്ളൊരു വിദ്യയാണ് ഈ ക്യാപ്പിംഗ് എന്ന് പറയുന്ന വിദ്യ. അത് ആ ക്യാപ്പിംഗ് ലാൻഡ് ഫില്ലിലേക്ക് ചെന്ന് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ആ ലാൻഡ് ഫില്ലിൻ്റെ മുകളിൽ തന്നെ അതും ഈ താഴത്തെ പോലെ തന്നെ എത്ര ഇമ്പോർട്ടൻസ് ആണ് അതേപോലെ തന്നെ ഒരു ഡബിൾ ലൈൻ ഒരു ലൈനിങ് സിസ്റ്റം കൊടുത്തിട്ട് തന്നെയാണ് മുകളിലും അത് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. ആ ക്യാപ്പിങ്ങിൻ്റെ പുറത്താണെങ്കിലും മണ്ണിട്ട് മൂടി അതിൻ്റെ പുറത്ത് HDP ഷീറ്റ്സും നോൺ വൂവൻ ഷീറ്റ്സും ഇട്ട് പിന്നെയും ഡ്രെയിനേജ് ലെയേഴ്സും പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഗ്യാസസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വെൻറ്റ് ചെയ്യാനുള്ള പൈപ്പുകളും കൊടുത്ത് അതിൻ്റെ പുറത്ത് പിന്നെ ഒരു 600 mm മണ്ണിട്ട് അവിടെ അത് ആണ് ഈ ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഴ പെയ്താലും ശരി അല്ലെങ്കിൽ ശരി ഒരു ഫോറിൻ വസ്തു പോലും ആ ലാൻഡ് ഫില്ലിൽ ഇരിക്കുന്ന വേസ്റ്റിലേക്ക് നമുക്ക് എത്തില്ല.
അതിനാൽ തന്നെ ഇവിടെ സംസ്കരിക്കപ്പെടുന്ന മാലിന്യത്തിൽ നിന്നും ദോഷകരമായ രാസവസ്തുക്കൾ യാതൊരു വിധത്തിലും മണ്ണുമായോ ഭൂഗർഭജലവുമായോ ബന്ധപ്പെടാതെ ഇരിക്കാൻ ചെളി, ഹൈ ഡെൻസിറ്റി പോളിത്തീൻ അഥവാ HDPE എന്നിവ കൊണ്ട് സുരക്ഷാ പാളികൾ തീർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ HDP ഷീറ്റ്. ഇത് ഇമ്പോർട്ടഡ് ഷീറ്റാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 1.5 mm ആണ്. നമുക്കിത് റോളായിട്ടാണ് വരുന്നത്. 100 മീറ്റർ ബൈ 7.5 മീറ്ററിൻ്റെ റോളാണ് വരുന്നത്. നമ്മളിത് വെൽഡ് ചെയ്യണത് ഒരു ഇമ്പോർട്ടൻറ്റ് മെഷീൻ വെച്ചാണ് അതിന് വെൽഡ് ചെയ്യണത്. അതിൻ്റെ ഡബിൾ ട്രാക്ക് വെൽഡിംഗ് എന്ന് പറയും. പാച്ചസ് ചെയ്യണത് എക്സ്ട്രൂഷൻ വെൽഡിംഗ് എന്ന് പറയും. ഇതിനെ ഉരുക്കി ഒട്ടിക്കുക എന്ന് പറയും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് 2 ടെക്സ്ചറായിട്ട് വരിക. ഒരു സൈഡ് റഫും ഒരു സൈഡ് സ്മൂത്തുമാണ്. ഇതിൻ്റെ റഫ് ടെക്സ്ചറായിരിക്കും നമുക്ക് വേസ്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത സ്ഥലത്ത് വരിക. സ്മൂത്ത് ടെക്സ്ചർ നമ്മുടെ ക്ലേ ലൈനറായിട്ടായിരിക്കും ടച്ച് ചെയ്ത് എടുക്കുന്നത്. മാലിന്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ലീച്ചേറ്റ് സംഭരിച്ച് ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടാനുള്ള സംവിധാനം ഇവിടെ സജ്ജമാണ്. മാത്രവുമല്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ പോലും സംഭരിച്ച് ശുദ്ധീകരിച്ച ശേഷം മാത്രമാണ് തുറന്നുവിടുന്നത്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിൽ നിന്ന് വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ മോയ്സ്ചർ കാണും. ചിലത് ഉണങ്ങിയതായിരിക്കും, ചിലത് ഉണങ്ങാത്തതായിരിക്കാം. അപ്പോൾ ഈ ഉണങ്ങാത്ത വേസ്റ്റുകളിൽ നിന്ന് ഊറി വരുന്ന ലീച്ചേറ്റ്, അതായത് വേസ്റ്റ് വെള്ളം, അത് എല്ലാ സെല്ലിലും അത് പമ്പ് ഔട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിനുള്ളിൽ പമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇത് പമ്പ് ഔട്ട് ചെയ്ത് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീച്ചേറ്റ് ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അവിടെ ഈ ലീച്ചേറ്റിനെ ആദ്യമേ ഞങ്ങൾ ന്യൂട്രലൈസ് ചെയ്ത് സെറ്റിൽ ചെയ്ത് പിന്നെ അതിനെ RO റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റത്തിലൂടെ കയറ്റി അതിൽ ആ നല്ല വെള്ളം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ആവശ്യത്തിന് തന്നെ തിരിച്ചുപയോഗിക്കുകയാണ്. ബാക്കിയുള്ള റിജക്റ്റ് എന്ന് പറയുന്ന വെള്ളം ഞങ്ങൾ മൾട്ടിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്ററിൽ കരിച്ച് കളയാണ്. ആ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. ആ ഇവാപ്പറേറ്റ് ചെയ്ത വെള്ളം തന്നെ പിന്നെയും തണുപ്പിച്ച് ഞങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണ്, തിരിച്ച് തന്നെ ഉപയോഗിക്കുകയാണ്. ബാക്കിയുള്ള ആ വരുന്ന കട്ടി കൂടിയ സോൾട്ട് അല്ലെങ്കിൽ വെള്ളം വേപ്പറൈസ് ചെയ്ത സോൾട്ട് തിരിച്ച് ഞങ്ങളുടെ ലാൻഡ് ഫില്ലിൽ തന്നെ ഞങ്ങളത് ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരു സയൻറ്റിഫിക് രീതിയിലുള്ള ഒരു ലാൻഡ് ഫില്ലിംഗ് പ്രക്രിയയാണ് KEL നടക്കുന്നത്. ഈ ലാൻഡ് ഫില്ലിൽ കണ്ടാമിനേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ലാൻഡ് ഫില്ലിൻ്റെ അപ്പ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നമ്മൾ ബോർവെൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് സാമ്പിൾസ് എടുത്ത് റെഗുലറായിട്ട് ഇൻസ്പെക്റ്റ് ചെയ്യുകയും അതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ലാൻഡ്ഫിൽ നിറഞ്ഞ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ പരിസ്ഥിതി നിയന്ത്രണ ബോർഡിന്റെ കർശനമായ പരിശോധന കൃത്യമായ ഇടവേളകളിൽ നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അപ്രകാരം സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ഏകദേശം 30 വർഷത്തിന് ശേഷം ഇവിടെ ഒരു പൊതു ഉദ്യാനമോ ഹരിത സങ്കേതമോ ആയി മാറ്റാവുന്നതാണ്. ഈ വരുന്ന വേസ്റ്റുകൾ, ഓരോ വരുന്ന വേസ്റ്റും എല്ലാ ദിവസവും വരുന്ന വേസ്റ്റ് കമ്പനികളിൽ നിന്ന് പല കമ്പനികളിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആയിരിക്കാം. അതുകൊണ്ട് അത് ഓരോ ലോഡും ലാബിലൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആ വാല്യൂ അനുസരിച്ചിട്ട്, ചില വാല്യൂ ഉണ്ട്, ആ വാല്യൂ അനുസരിച്ചിട്ട് നേരിട്ട് ലാൻഡ് ഫില്ലിടണോ അതോ ഇനി വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിടണമെന്നോ തീരുമാനിച്ചിട്ടാണ് ലാൻഡ് ഫില്ലിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രക്രിയയാണ് സ്റ്റെബിലൈസേഷൻ പ്രക്രിയ എന്ന് പറയുന്നത്. കാരണം ലാൻഡ് ഫില്ലിലേക്ക് എല്ലാം നമുക്ക് നേരിടാൻ പറ്റില്ല. റൂള് പ്രകാരം എല്ലാ വേസ്റ്റും നമുക്ക് ലാൻഡ് ഫില്ലിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇടാൻ പറ്റുന്ന അത് ലാബിൽ ഓരോ ലോഡും, ഇപ്പോൾ ഓരോ വരുന്ന ലോഡും ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ചില വാല്യൂസ് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ആ പാരാമീറ്റർ ഇടാൻ പറ്റുന്ന ലിമിറ്റിലാണെങ്കിൽ ഞങ്ങൾ ഇടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഷെഡിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ വാല്യൂസ് പാരാമീറ്ററെ കുറച്ചിട്ടാണ് ലാൻഡ് ഫില്ലിലേക്ക് ഞങ്ങൾ പോകുന്നത്. രാസമാലിന്യങ്ങൾ അല്ലെങ്കിൽ അപകടകാരികളായ മറ്റുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതിനെ നമുക്ക് കൊണ്ടുവന്നിട്ട് മനുഷ്യനും പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ സേഫ്റ്റി അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പ്രവൃത്തികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റേജിലും അത് ഹസാർഡസ് വേസ്റ്റ് കളക്ഷൻ തൊട്ട് ട്രാൻസ്പോർട്ടേഷൻ, അതിവിടെ കൊണ്ടുവന്നാൽ അനാലിസിസ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നശീകരണം, അതായത് പ്രോസസ്സിങ്, അതെല്ലാം തന്നെ സയൻറ്റിഫിക്കായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിലെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഇൻ്റർനാഷണൽ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഈ ലാൻഡ് ഫിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രകൃതിക്ക് അതോ അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ സോഴ്സിനോ യാതൊരുവിധ ഡാമേജും വരുത്താത്ത രീതിയിലാണ്. KELൻ്റെ ലാൻഡ് ഫിൽ തികച്ചും സുരക്ഷിതമാണ്. അത് ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ എല്ലാവിധ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാൻഡ് ഫില്ലിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഫയർ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ അത് ഉടൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഫയർ ഹൈഡ്രൻറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക്
150 കിലോ ലിറ്റർ കപ്പാസിറ്റിയുള്ള ഫയർ വാട്ടർ ടാങ്ക്, 2 ജോക്കി പമ്പ്, 2 ഇലക്ട്രിക് പമ്പ്, ഒരു ഡീസൽ പമ്പ് എന്നീ സംവിധാനങ്ങൾ ഉണ്ട്. ആയതിനാൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അത് നമുക്ക് കെടുത്തുവാൻ സാധിക്കും. ഇപ്രകാരം 2.75 മില്യൺ മെട്രിക് ടൺ അപകടകരമായ മാലിന്യം അടുത്ത 45 വർഷത്തേക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കീലിൻ്റെ ഈ പദ്ധതി പ്രദേശം കേരളത്തിലെ ഏറ്റവും മികച്ച സംവിധാനമാണെന്ന് സംശയം കൂടാതെ പറയാവുന്നതാണ്. 2008 ഇതിൻ്റെ സ്ഥാപനം തുടങ്ങുന്നത് മുതൽ ഇവിടുത്തെ അംഗമായിട്ട് പണിയെടുക്കുകയാണ്. നമ്മൾ ഇതുവരെയായിട്ടും നമുക്ക് ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകമായ ശാരീരിക രീതിയിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല രീതിയിലാണ് കമ്പനിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ തരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. നമുക്ക് ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ എല്ലാ ആഴ്ചയിലും ഡോക്ടർ വിസിറ്റ് ഉണ്ട്, നമുക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ പൊല്യൂഷൻ്റെ ആയിട്ട് നമ്മുടെ പ്ലാനിൽ അങ്ങനെ യാതൊരു പ്രശ്നം തന്നെയില്ല. സെക്യൂറായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ നമ്മൾ പ്ലാനിൽ വർക്ക് ചെയ്യുന്നിടത്ത് എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസും നമ്മൾ എടുക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ ഫ്രണ്ട്ലി ആണ് ഇവിടെ വർക്ക് ചെയ്യാൻ. എന്നാൽ അപകടകരമായ മാലിന്യത്തിന്റെ സംസ്കരണം നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന്റെ ചെറിയൊരു ശതമാനം മാത്രമാണ്. കേരളത്തിൽ പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്, നിർമ്മാണ മേഖലയിലെ മാലിന്യം തുടങ്ങിയ നിഷ്ക്രിയ മാലിന്യങ്ങൾ അപകടകരമായ മാലിന്യത്തിന്റെ ഏതാണ്ട് 10 ഇരട്ടിയാണ്. പേടിപ്പിക്കുന്ന വേഗത്തിൽ ഇവ നമ്മുടെ മാലിന്യ സംഭരണ സംവിധാനങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ നിഷ്ക്രിയ മാലിന്യങ്ങളെയും സംസ്കരിച്ചുകൂടെ? കേരളത്തിന്റെ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ കാതലായ മാറ്റം വരുത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള സ്റ്റേറ്റ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് അഥവാ KSWMP. കേരളത്തിന്റെ നിഷ്ക്രിയ മാലിന്യ സംസ്കരണത്തിൽ കീൽ പദ്ധതി പോലെയുള്ള സുസ്ഥിര പ്രതിവിധികൾ ഉണ്ടാകുന്നത് ഈ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ശാസ്ത്രീയമായ ലാൻഡ്ഫില്ലിലൂടെ പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ നിഷ്ക്രിയ മാലിന്യത്തെ സുരക്ഷിതവും സുസ്ഥിരവുമായി സംസ്കരിക്കാനാകുന്നു. ഇത്തരം ഇടപെടലുകൾ സുരക്ഷിതമായ സംസ്കരണം ഉറപ്പുവരുത്തുന്നു എന്ന് മാത്രമല്ല, ഭാവി തലമുറയ്ക്കായി ശുദ്ധമായ വായുവും മണ്ണും വെള്ളവും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. പ്രതിബദ്ധതയുള്ള സമൂഹം, സർക്കാർ, വ്യവസായങ്ങൾ എന്നിവയ്ക്കൊപ്പം ശാസ്ത്രത്തിന്റെ മികവും ചേർത്ത് ഉത്തരവാദിത്തപൂർണമായ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിലൂടെ ഭാവി തലമുറയെ വാർത്തെടുക്കാം. സംരക്ഷിക്കാം ഈ പ്രകൃതിയെ വരും തലമുറയ്ക്കായി. അണിചേരുക ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ.